നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. കശ്മീരിൽ 3 ഭീകരരെ വധിച്ച് സൈന്യം. ഏറ്റുമുട്ടൽ തുടരുന്നു. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. ഇന്ന് രാവിലെയാണ് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി ഓപ്പറേഷൻ നടത്തിയത്. ഏറ്റുമുട്ടൽ തുടരുകയാണ്. വെള്ളിയാഴ്ച കഡ്വയിലെ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. 2 പേർക്ക് പരിക്കേറ്റു. വിപൻ കുമാർ, അരവിന്ദ് സിംഗ് എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ചത്രു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 3:30-ക്കാണ് സേനയും പോലീസും ചേർന്ന് പരിശോധന തുടങ്ങിയത്. ഇതിനിടെ ഉണ്ടായ വെടിവയ്പിൽ 4 സൈനികർക്ക് പരിക്കേറ്റു. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുകയും ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. 3323 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. 10 വർഷത്തിനിടെ ആദ്യമായാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സെപ്റ്റംബർ 18-നാണ് 1-ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുക. സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിൽ 2-ാം ഘട്ടവും 3-ാം ഘട്ടവും നടക്കും. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ.